KSRTC ബസ്സിൽ പാഴ്സലായി കൊടുത്തുവിട്ട പാമ്പിനെ പിടിച്ചെടുത്ത് വിജിലൻസ്. തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. ബാൾ ബൈത്തൻ ഇനത്തിലുള്ള പാമ്പെത്തിയത് പെറ്റ് ഷോപ്പ് ഉടമയ്ക്കാണ്. തിരുമല സ്വദേശിക്കെതിരെ തമ്പാനൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി VS അനുരാഗ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അനുരാഗ്, ഏതായാലും വളരെ കൗതുകം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ്. പാമ്പിനെയൊക്കെ പാഴ്സലായി കൊടുത്തുവിടുമെന്നുള്ള കാര്യം നമുക്ക് പലതരം പാഴ്സലുകൾ കൊടുത്തുവിടുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പാമ്പിനെയൊക്കെ ഇങ്ങനെ പാഴ്സലായി കൊടുത്തുവിടുമോ എന്നുള്ളത് ഇപ്പോൾ ഈ വാർത്ത കാണുമ്പോഴാണ് ഇങ്ങനെയും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഏതായാലും വിജിലൻസിന് ഇത് എങ്ങനെയായിരിക്കും ഈ വിവരം കിട്ടിയിട്ടുണ്ടാവുക? ഈ പാഴ്സൽ കൈപ്പറ്റിയ KSRTC ഡ്രൈവർക്കൊക്കെ അറിയാമായിരുന്നോ ഇതിനകത്ത് പാമ്പാണുള്ളതെന്ന്? ലക്ഷ്മി ചോദിച്ച ചോദ്യം തന്നെയാണ് സുപ്രധാനം. ഈ KSRTC ഡ്രൈവർ ബാംഗ്ലൂരിൽ നിന്ന് സ്ഥിരം തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്ന സ്കാനിയ ബസിന്റെ ഡ്രൈവറാണ്. ഇയാൾ സ്ഥിരമായി അനധികൃതമായി പാഴ്സലുകൾ ഇങ്ങനെ എത്തിക്കുന്നുണ്ട് എന്ന കാര്യം വിജിലൻസ് അന്വേഷിച്ച് വരികയാണ്. ഇയാളെ നിരീക്ഷിച്ച് വരികയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇയാളെ നിരീക്ഷണത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു പാഴ്സലുമായി വരുന്നുണ്ട് എന്ന കാര്യം വിജിലൻസ് മനസ്സിലാക്കുന്നതും തിരുവനന്തപുരം ഡിപ്പോയിലെത്തിയപ്പോൾ ഇത് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം. ഇതിനകത്ത് ഒരു പാമ്പാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഇനത്തിൽപ്പെട്ട ബാൾ പൈത്തൺ എന്ന ഇനത്തിൽപ്പെട്ട പാമ്പാണെങ്കിൽ പോലും കാണുമ്പോൾ ഒരു ഭീകര രൂപമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വിജിലൻസ് ഉടൻ തന്നെ ഇയാളെയും ഈ പാമ്പിനെയും തമ്പാനൂർ പോലീസിന് കൈമാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ തമ്പാനൂർ പോലീസ് ഈ പാഴ്സൽ വന്ന പെറ്റ് ഷോപ്പ് ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തിരുമല സ്വദേശിക്ക് ആണ് ഈ പാഴ്സൽ വന്നത്. ഇയാൾ കഴക്കൂട്ടത്ത് പെറ്റ് ഷോപ്പ് നടത്തുന്ന ആളാണ്. ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഈ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വകുപ്പ് ഇട്ടാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും കൗതുകമാണെങ്കിൽ പോലും ഗൗരവതരമായ സംഭവം തന്നെയാണ്. എന്തായാലും ഈ KSRTC ഡ്രൈവറെ KSRTC ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും KSRTC ഡ്രൈവറെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പുതിയൊരു വാർത്ത ഇതുമായി ചേർക്കേണ്ടത്. അതിനകത്ത് പാമ്പിനെ കാണുമ്പോൾ അനുരാഗ് പേടി തോന്നും എന്ന് പറയുമെങ്കിൽ പോലും എനിക്ക് ആ ദൃശ്യം കണ്ടിട്ട് വളരെ മനോഹരമായൊരു പാറ്റേൺ ആണ് ആ പാമ്പിനുള്ളത് എന്നാണ് തോന്നുന്നത്. അത് ഭയങ്കര മനോഹരമായിട്ടുണ്ട് ആ ക്ലോസ് ആയിട്ടുള്ള വിഷ്വലിൽ. ശരിക്കും VS അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.